ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറും مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. الله سبحانه وتعالى തൻ്റെ അടിമകൾക്ക് വേണ്ടി സ്വർഗലോകത്ത് സംവിധാനിച്ച അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞതിന് ശേഷം അള്ളാഹു ചോദിക്കുകയാണ്, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഒട്ടകത്തെ അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടിച്ചത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കൂ. അള്ളാഹു തആല ഒട്ടകത്തെ നോക്കി ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്, അള്ളാഹു സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി പറയുമ്പോൾ നിങ്ങൾക്കതിൽ സംശയിക്കേണ്ടതില്ല. കാരണം അള്ളാഹുവിന് സാധിക്കാത്തതൊന്നുമില്ല. ഈ ലോകത്ത് നമുക്ക് വലിയ ദൃഷ്ടാന്തമായി നമ്മുടെ മുന്നിലുള്ള ഒരു ജീവിയാണല്ലോ ഒട്ടകം. നിങ്ങൾ ആലോചിക്കൂ, ആ ഒട്ടകമാകുന്ന ജീവിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു സംവിധാനിച്ചത്. ഈ ഒട്ടകം വലിയ ഒരുപാട് ദൂരയാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനമായി നമുക്ക് ഉപയോഗിക്കാം. എന്ന പോലെ തന്നെ വലിയ വലിയ ലോഡുകൾ ചുമന്നുകൊണ്ട് പോകുന്ന ഗൂഡ്സ് വാഹനം കൂടിയാണ് ഒട്ടകം. അതോടുകൂടെ ഒട്ടകത്തിൻ്റെ മാംസം നമുക്ക് കഴിക്കാം, അതിൻ്റെ പാല് കുടിക്കാം. ഒട്ടകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഗ്രഹങ്ങളാണ് ആ ഒരു ജീവിയിൽ അള്ളാഹു സംവിധാനിച്ചതെങ്കിൽ, അങ്ങനെ സംവിധാനിച്ച അള്ളാഹുവിന് സ്വർഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിക്കാൻ കഴിയും. അതിന് അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഒട്ടകത്തെ അള്ളാഹു താല ഉദാഹരിച്ചതെന്ന് മുഫസ്സിറുകൾ പറയുകയാണ്. അൽഹംദുലില്ലാഹ്, ഹുദൈബിയ യാത്രയിൽ ഹജിമാരോടൊപ്പം ഒട്ടകങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി കാണാൻ വേണ്ടി വന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ കുടുംബങ്ങളോടൊപ്പം സ്വർഗം പങ്കിടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൻ്റെ അടിമകൾക്ക് വേണ്ടി, അള്ളാഹുവിനനുസരിച്ചവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച സ്വർഗത്തിൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനും റബ്ബിൻ്റെ ലിഖാ ദർശിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.